25 വർഷമായി തടവിൽ കഴിയുന്ന വ്യക്തിയെ വെറുതെ വിട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉത്തരാഖണ്ഡുകാരനായ ഓം പ്രകാശ് എന്ന തടവുകാരനെ ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, അരവിന്ദ് കുമാർ എന്നിവരുടെ ബെഞ്ച് കുറ്റവിമുക്തനാക്കിയത്. 1994 ഒരു കൊലപാതക കേസിലാണ് ഓം പ്രകാശ് ശിക്ഷിക്കപ്പെട്ടത്. കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ തനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന കാര്യം ഓം പ്രകാശ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന വിചാരണ കോടതി ഓം പ്രകാശിന് വധശിക്ഷ വിധിച്ചു. ഓം പ്രകാശിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അദ്ദേഹത്തിന് വാദം അംഗീകരിക്കാതിരുന്നത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകിയെങ്കിലും മേൽക്കോടതികളും വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. കുറ്റകൃത്യം നടക്കുമ്പോൾ തനിക്ക് 14 വയസ്സായിരുന്നു എന്ന് തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് സഹിതം ഓം പ്രകാശ് സുപ്രീം കോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി സമർപ്പിച്ചെങ്കിലും അതും തള്ളിയിരുന്നു. ഈ പ്രതീക്ഷയും അവസാനിച്ചതോടെ ഓം പ്രകാശ് 2012 രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചു. ദയാഹർജി പരിഗണിച്ച രാഷ്ട്രപതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചെങ്കിലും 60 വയസ്സുവരെ ജയിലിൽ നിന്നും മോചിപ്പിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനിടെ എല്ലുകൾ പരിശോധിച്ച് പ്രായം നിർണ്ണയിക്കുന്ന രീതിയായ ഓസിഫിക്കേഷൻ ടെസ്റ്റ് നടത്തിയ ഓം പ്രകാശിന് കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പ്രായപൂർത്തിയാവേണ്ടതില്ല എന്ന രേഖയും വിവരാവകാശം വഴി ഓം പ്രകാശ് വാങ്ങി. തുടർന്ന് രാഷ്ട്രപതിയുടെ ഉത്തരവിനെതിരെ ഓം പ്രകാശ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. രാഷ്ട്രപതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഹർജി തള്ളി. തുടർന്നാണ് സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകിയത്. വാദത്തിനിടെ ക്യൂറേറ്റീവ് ഹർജിയുമായി ബന്ധപ്പെട്ട കോടതി വിശദീകരണം തേടിയപ്പോൾ കുറ്റകൃത്യം നടക്കുമ്പോൾ ഓം പ്രകാശിന് പ്രായപൂർത്തിയായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. കേസിന്റെ തുടക്കം മുതൽ രേഖകൾ അവഗണിച്ച കോടതികൾ അനീതിയാണ് പ്രവർത്തിച്ചതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിരക്ഷരൻ ആയിരുന്നിട്ടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹർജിക്കാരൻ തന്റെ ആവശ്യം അവസാനം വരെ ഉന്നയിച്ചിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെയുള്ള നടപടികളിൽ കോടതി സ്വീകരിച്ച സമീപനം തുടരാനാവില്ലെന്ന് ജസ്റ്റിസ് സുന്ദരേഷ് വിധിന്യായത്തിൽ വ്യക്തമാക്കി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസിന്റെ ഏത് ഘട്ടത്തിലും തനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന കാര്യം ഉന്നയിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട്. ഇത് ഹൈക്കോടതി അവഗണിച്ചതിനെ സുപ്രീം കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തു. കോടതികൾക്ക് പറ്റിയ പിഴവിന്റെ പേരിലാണ് പരാതിക്കാരന് തടവിൽ കിടക്കേണ്ടി വന്നത്. ജയിലിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം നല്ല രീതിയിലായിരുന്നുവെന്നാണ് ജയിൽ വകുപ്പ് നൽകിയ റിപ്പോർട്ട്. സമൂഹവുമായി ചേർന്നു പോകാൻ അദ്ദേഹത്തിനുള്ള അവസരമാണ് കോടതികളുടെ തെറ്റായ നടപടി മൂലം നഷ്ടപ്പെട്ടത്. പരാതിക്കാരന്റെ കുറ്റം കൊണ്ടല്ലാതെ അദ്ദേഹത്തിന് നഷ്ടമായ സമയം ഒരിക്കലും വീണ്ടെടുക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടൊപ്പം ഓം പ്രകാശിനെ അടിയന്തരമായി മോചിപ്പിക്കാൻ ഉത്തരവിട്ട കോടതി ഇത് സുപ്രീം കോടതി ഉത്തരവിന്റെ പുനഃപരിശോധനയല്ലെന്നും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ വ്യവസ്ഥകളുടെ ആനുകൂല്യത്തിന് അർഹനായ ഒരാൾക്ക് അത് നൽകുകയാണ് ചെയ്യുന്നതെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി. 1994 ഡെറാഡൂണിൽ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനെയും മകനെയും സഹോദരിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഓം പ്രകാശിനെ കോടതി വധശിക്ഷക്ക് വിധിച്ചിരുന്നത്.